എല്ലാവരെയും യു പ്ലാന്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്പൈഡർ പ്ലാന്റ് എന്ന ചെടിയെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് വളരെ അതിമനോഹരമായ ഒരു ചെടിയാണ്. ഇലകൾക്ക് ചിലന്തിയെ പോലെയുള്ള രൂപം കാരണമാണ് ഇതിന് സ്പൈഡർ പ്ലാന്റ് എന്നറിയപ്പെടാൻ കാരണം. ഇതിൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത് തെക്കേ ആഫ്രിക്കയിലാണ്. നീളത്തിലുള്ള ഇലകളാണ് ഈ ചെടിക്കുള്ളത്. നടുവിൽ കൂടി മഞ്ഞ വരയുണ്ടായിരിക്കും. വീടുകൾക്ക് സൈഡ് അടുത്തടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ് സ്പൈഡർ പ്ലാന്റ്. ഈ ചെടി ഇൻഡോർ പ്ലാന്റായും ഔട്ട്ഡോർ പ്ലാന്റായും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. വെള്ളം അധികം ആവശ്യമില്ലാത്ത ഒരു ചെടി കൂടെയാണ് ഈ ചെടി. ക്ലോറോഫൈറ്റം കോമോസം എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഇത് അസ്പരാഗാസിയെ ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയാണ്. ഓസ്ട്രേലിയ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലൊക്കെ കൂടുതലായി കാണപ്പെടുന്ന ഒരു ചെടിയാണിത്. വീടുകൾക്കുള്ളിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് ഈ ചെടി വളരെയധികം സഹായിക്കുന്നു. നേരിട്ടുള്ള സൂര്യപ്രകാശം ഒഴിവാക്കുന്നതാണ് ഈ ചെടിക്ക് ഏറ്റവും നല്ലത്. വെള്ളം അധികം ആവശ്യമില്ലാത്ത ചെടിയായതിനാൽ വെള്ളം പൂർണ്ണമായും വറ്റിയതിനു ശേഷം മാത്രമേ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അല്പം ചെളി കലർന്നതും ജൈവരസമുള്ള മണ്ണുകളാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ട് കാണപ്പെടുന്നത്. ഇതിൻ്റെ താപനില എന്ന് പറയുന്നത് 18 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ താപനില സഹിക്കാൻ സാധിക്കുന്ന ഒരു ചെടിയാണ് ഇത്. നാസയുടെ പഠനത്തിൽ ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വായു ശുചീകരിക്കാനുള്ള ഒരു കഴിവ് തന്നെയാണ്. അതുകൂടാതെ ഏറ്റവും കുറവ് പരിപാലന ചെലവുമുള്ള ഒരു ചെടി കൂടിയാണ് ഈ ചെടി. പരിപാലനത്തിനായി ഏറ്റവും കുറവ് സമയം ലഭിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ചെടി തന്നെയാണ് ഈ പ്ലാന്റ്. വീടിനകത്തും പുറത്തും നല്ല രീതിയിൽ തന്നെ നട്ട് പരിപാലിക്കാം എന്നുള്ളതാണ് ഈ ചെടിയെ കൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രയോജനം എന്ന് പറയുന്നത്. ഈ ചെടിക്ക് വിഷാംശമില്ലാത്ത ഒരു ചെടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾക്കും കുട്ടികൾക്കും ഒന്നും തൊട്ട് തലോടുന്നതിനോ ഇതിനെ പരിപാലിക്കുന്നതിനോ തടസ്സമില്ല. ഇതിൻ്റെ നടീൽ രീതി സാധാരണ ജൈവവളമുള്ള മണ്ണിലേക്ക് ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്തെടുത്ത് അത് നടുന്നതായിരിക്കും ഈ ചെടിക്ക് ഏറ്റവും നല്ലത്. വളങ്ങൾ മിതമായ രീതിയിൽ മാത്രമേ ഇതിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ചെടി ആവശ്യമുള്ളവർ ഇതോടൊപ്പം ചേർത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.